എന്ന് അമ്മ. സിനിമയിൽ പവർ ഗ്രൂപ്പ് ഇല്ല, മാഫിയയെ കുറിച്ച് കേട്ടിട്ടില്ല, കാസ്റ്റിംഗ് കൗച്ച് എന്ന പരാതി പോലും അമ്മ ഇതുവരെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഫെസിലിറ്റി ഇല്ലായ്മയില്ല, ഞങ്ങൾ ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന നിഷ്കളങ്കത്വം ഉറക്കെ പ്രഖ്യാപിക്കുകയായിരുന്നു അമ്മയുടെ ഭാരവാഹികൾ. വേട്ടക്കാരെ ഞങ്ങൾ അറിയുകയില്ല, ഇരയ്ക്കൊപ്പമാണ്, എല്ലാ ഇരകൾക്കൊപ്പമാണ്. പക്ഷേ വേട്ടക്കാരെ കുറിച്ചോ വേട്ടയെ കുറിച്ചുമോ അമ്മ ഇതുവരെ കേട്ടിട്ട് പോലുമില്ല. മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയവരെ ഹേമ കമ്മിറ്റി വിളിപ്പിച്ചിരുന്നു എന്നുകൂടി പറയുന്നുണ്ട് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ്. പക്ഷേ അത് ഇൻഡസ്ട്രിയിലെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. അമ്മയിലെ 99% അംഗങ്ങളെയും ഹേമ കമ്മിറ്റി വിളിപ്പിച്ചിട്ടില്ല, ഒരംഗം പോലും പരാതി തന്നിട്ടില്ല എന്ന് ജയൻ ചേർത്തലയും പറയുകയാണ്. ഈ റിപ്പോർട്ടിലുള്ളതെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. പോലീസ് കേസെടുക്കട്ടെ, ശിക്ഷിക്കട്ടെ, അതല്ലാതെ പുകമറ സൃഷ്ടിച്ച് കുറ്റവാളികളല്ലാത്തവരെ ഒറ്റപ്പെടുത്തരുത്. ഞങ്ങൾക്ക് വിഷമമുണ്ട് ആ വിഷയത്തിനകത്ത്, അന്വേഷണത്തെ ഞങ്ങൾ ഭയക്കുന്നില്ല. പക്ഷേ അമ്മയ്ക്ക് ഇത്തരം സംഭവങ്ങളെ കുറിച്ച് യാതൊരു ഐഡിയയുമില്ല. ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗികാതിക്രമം നടന്നതായിട്ട് ഒരു സിംഗിൾ കംപ്ലൈന്റ് പോലും അമ്മ ഭാരവാഹികളുടെ മുന്നിൽ ഇത്രയും വർഷം എത്തിയിട്ടേയില്ല. റിമോട്ട് ഏരിയകളിലൊക്കെ നടക്കുന്ന ഒരു പക്ഷേ പാരലൽ സിനിമകളിലായിരിക്കും ഇങ്ങനത്തെ വിഷയങ്ങൾ ഉണ്ടാവുക എന്ന് വരെ സിദ്ദിഖ് പറയുന്നു. മെയിൻ സ്ട്രീം സിനിമയിൽ ഇക്കാര്യങ്ങൾ നടക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണടച്ച് ഇരുട്ടാക്കുകയായിരുന്നു അമ്മ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ. ആജ്ഞ രവീന്ദ്രൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ആജ്ഞ, പ്രതീക്ഷിച്ചതുപോലെ ഞങ്ങൾക്കൊന്നും അറിയില്ല, ഞങ്ങൾ ഇതൊന്നും കേട്ടിട്ടില്ല, കേൾക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ച് എങ്ങനെയാണ് ഞങ്ങൾ പ്രതികരിക്കുക എന്ന് ചോദിക്കുന്ന അത്രയും ഉദാസീനത, അലസമായിട്ടുള്ള കണ്ണടച്ച് ഇരുട്ടാക്കുന്നു അമ്മ എന്ന് പറയാതെ എന്താണ് ചെയ്യുക? എന്തുത്തരമാണ്, എന്ത് പ്രതികരണമാണ് അമ്മ നടത്തിയിരിക്കുന്നത്? അപർണ, നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇതിനൊന്നും ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറല്ല എന്നുള്ള തരത്തിലുള്ള പ്രതികരണം തന്നെയാണ് അല്പം മുമ്പ് അമ്മ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്നും നമ്മൾ കേട്ടത്. അതിനുശേഷമാണ് രണ്ട് എക്സിക്യൂട്ടീവ് മെമ്പർ ലേഡി അംഗങ്ങളിലേക്ക് പോയതും ജോമോൾ പ്രതികരിച്ചതും നമ്മൾ കേട്ടതാണ്. അതിന് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം താൻ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല, അല്ലെങ്കിൽ തനിക്ക് ഇത്തരത്തിലുള്ള നമ്മൾ വീണ്ടും എടുത്തു ചോദിക്കുന്നുണ്ട്. അത് പക്ഷേ നിങ്ങളുടെ അനുഭവമായിരിക്കാം, അതിനെ നമ്മൾ ബഹുമാനിക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് ഈ ഇൻഡസ്ട്രിയിൽ ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായ സ്ത്രീകളെ പറ്റി അറിയില്ലേ എന്നൊരു ചോദ്യത്തിന് അവർ വളരെ അലസമായാണ് മറുപടി പറഞ്ഞത്. എനിക്കറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് ഹേമ കമ്മിറ്റി ഉണ്ടായത്? ഒരു മീറ്റു ആരോപണങ്ങൾ പോലും നിങ്ങൾ കേട്ടിട്ടില്ല എന്നുള്ള ചോദ്യത്തിനും അവർ വളരെ അലസമായാണ് മറുപടി പറഞ്ഞത്. എന്തായാലും അങ്ങേയറ്റം നിരുത്തരവാദപരമായ ഒരു ഇടപെടലാണ് അല്ലെങ്കിൽ പ്രതികരണമാണ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ അമ്മ ഭാരവാഹികളിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് നിർത്തുമ്പോഴും ഇത് സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നമല്ല, ലൈംഗിക അതിക്രമമല്ല, പക്ഷെ പകരം തൊഴിൽ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനാണ് തങ്ങളെ 2 വർഷം മുൻപ് മിനിസ്റ്റീരിയൽ മീറ്റിംഗിന് വിളിച്ചിട്ടുള്ളത് എന്നുള്ള തരത്തിലായിരുന്നു അമ്മ പ്രസിഡന്റിന്റെ ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം. അതുമാത്രമല്ല, ഇത്തരം കാര്യങ്ങളിൽ അമ്മ എന്ത് നടപടിയെടുക്കും, അല്ലെങ്കിൽ ഇതിന് ഹർജിയിൽ അമ്മ കക്ഷി ചേരുമോ എന്നുള്ള ചോദ്യത്തിന് അതിന്റെ ആവശ്യമില്ല എന്ന് നിരുപാധികം തള്ളിക്കളയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നിരുന്നാലും അപർണ സൂചിപ്പിച്ചതുപോലെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അങ്ങേയറ്റം നിരുത്തരവാദപരമായ ഒരു നീക്കം തന്നെയാണ്, അല്ലെങ്കിൽ മറുപടി തന്നെയാണ് അമ്മയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. അമ്മ സംഘടനയുള്ള പവർ ഗ്രൂപ്പിനെ പറ്റി ചോദിച്ചപ്പോൾ പവർ ഗ്രൂപ്പിനെ പറ്റി അറിയില്ല എന്നല്ല, പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് തന്നെയാണ്. അതേസമയം ഹൈ പവർ കമ്മിറ്റികൾ സിനിമയിലുണ്ട്, ആ ഹൈ പവർ കമ്മിറ്റിയെ ഒരു പക്ഷേ തെറ്റിദ്ധരിച്ചതായിരിക്കാം എന്ന തരത്തിലുള്ള ഒരു മറുപടിയും കൂടി സിദ്ദിഖിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. എന്തായാലും 2 വനിതാ പ്രതിനിധികൾ കൂടി ആ മീറ്റിംഗിൽ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കാർക്കും പ്രതികരിച്ചത് ജോമോളാണ്. അനന്യയും നമ്മോടൊപ്പം വാർത്താ സമ്മേളനത്തിലുണ്ടായിരുന്നു. പക്ഷെ പ്രതികരിച്ചത് ജോമോളാണ്. ജോമോൾക്ക് അത്തരമൊരു സാഹചര്യം ഉണ്ടായിരുന്ന പാർവതി തിരുവോത്തിനെ എന്തുകൊണ്ടാണ് മാറ്റി നിർത്തിയിരിക്കുന്നത് എന്നൊരു സാഹചര്യം, എന്നൊരു ചോദ്യം കൂടി ഉന്നയിച്ചപ്പോൾ അത്തരം ഒരു പ്രമുഖ നടി മാറി നിൽക്കുന്നതും, അല്ലെങ്കിൽ തനിക്കും അത്തരം അവസരങ്ങൾ, അതായത് പുരസ്കാരങ്ങൾ നേടിയ ഒരു നടി കൂടിയാണ് താൻ, തനിക്കും അത്തരങ്ങൾ അവസരങ്ങൾ ഇല്ലാതിരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇതും അതും ചേർത്ത് വായിക്കേണ്ട സാഹചര്യമാണ് ഉള്ളത് എന്നുള്ള തരത്തിലാണ്
ഈ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അത്ര ബലഹീനമായ ഒരു പ്രതികരണം തന്നെയാണ് അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായത്. റിപ്പോർട്ടിന്റെ പൂർണ്ണമായ ഭാഗങ്ങൾ, അതായത് നീക്കിവച്ചിരിക്കുന്ന ഭാഗങ്ങൾ ചേർത്ത് റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് എതിർപ്പുണ്ടോ അല്ലെങ്കിൽ അതിനോട് യോജിക്കുന്നുണ്ടോ എന്നുള്ളത് ബ്ലൈൻഡായിട്ട് യോജിക്കുന്നുണ്ട്. ഇതൊന്നും അമ്മയെ ബാധിക്കുന്ന പ്രശ്നമല്ല, അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് അമ്മയല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് അമ്മയല്ല, അല്ലെങ്കിൽ അമ്മയ്ക്കെതിരെയല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ടുള്ളത് എന്നുള്ള തരത്തിലുള്ള പ്രതികരണമായിരുന്നു അമ്മയുടേത്. ആജ്ഞ പറഞ്ഞതുപോലെ തന്നെ പല സമയങ്ങളിലും അമ്മ എടുത്ത നിലപാടുകൾ മലയാളികൾക്കറിയാം. ഏത് തരത്തിലാണ് അമ്മ പല സമയങ്ങളിലും ആ നിലപാടില്ലായ്മ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അത്ഭുതമുണ്ടാകുകയില്ല. പക്ഷേ ജോമോളെ പോലെ ഒരു വനിതാ താരം പറയുന്നു ഇങ്ങനെ ഒരു മോശം അനുഭവം തനിക്കുണ്ടായിട്ടില്ല, ഇങ്ങനെ ഒരു മോശം അനുഭവം ഇതുവരെ ഒരാൾ പറഞ്ഞു പോലും താൻ കേട്ടിട്ടില്ല, പത്രത്തിൽ വായിച്ചായിരിക്കും താൻ അറിയുക എന്ന് പറയുന്നിടത്തെ ഈ പരിഹാസ്യമാകലുണ്ട്. അതൊക്കെ വരും മണിക്കൂറുകളിൽ മലയാളി സമൂഹം കൂടുതൽ ചർച്ച ചെയ്യും. സിദ്ദിഖ് ഇതിനകത്ത് വ്യക്തമാക്കുന്ന ഒരു കാര്യം, ഈ റിപ്പോർട്ടിനെ സ്വാഗതാർഹമായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട്, എല്ലാ നിർദ്ദേശങ്ങളും സ്വാഗതാർഹം എന്ന് പറയുന്നു. പക്ഷേ ഈ പുകമറ സൃഷ്ടിച്ച് കുറെ പേരെ ഒറ്റപ്പെടുത്തരുത്. ആ സമയത്താണ് ചോദിക്കുന്നത് വേട്ടക്കാരുടെ പേര് പുറത്തുവിടാൻ മുന്നോട്ട് വരുമോ എന്നുള്ളത്. അത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു കാര്യം തീരുമാനിക്കും എന്നാണ് പറയുന്നത്. ഇങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ല എന്ന് പറയുന്ന അമ്മ ഇത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്തുകൊണ്ട് ഇതിലേക്ക് മുന്നോട്ട് പോകും എന്ന് പറയുന്നിടത്ത് അതിലൊരു കോൺട്രാഡിക്ഷൻ ഇല്ലേ? അല്ലെങ്കിൽ അത് തന്നെ പരസ്പരം കൂട്ടി ചേർത്ത് വായിക്കാൻ പറ്റാത്ത ഒരു സെന്റൻസ് അല്ലേ? തീർച്ചയായിട്ടും അപർണ, ഇതുവരെ നമ്മൾ കേട്ടിട്ടുള്ളതൊക്കെ, അതായത് ഈ വാർത്താ സമ്മേളനത്തിൽ നടന്നൊക്കെ ആദ്യം ഒരു ഘട്ടത്തിൽ പൂർണ്ണമായ യോജിപ്പ് റിപ്പോർട്ടിനോട് നൽകിയിരുന്നെങ്കിൽ പോലും തുടർന്നുണ്ടായി ഈ പറഞ്ഞ അപർണ സൂചിപ്പിച്ചതുപോലെ ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഉണ്ടായത്. അമ്മ ഷോയെ തുടർന്നാണ് ഇത്തരം കാര്യങ്ങൾ പ്രതികരിക്കാതിരുന്നത്. പക്ഷേ 2 വർഷം മുൻപ് മിനിസ്റ്റീരിയൽ മീറ്റിംഗ് വിളിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഉണ്ടാകേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് അറിയാമായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് തൊഴിൽ സംബന്ധമായി സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങളാണ് ഇതിൽ ഉണ്ടായിരുന്നത്. അത്തരം കാര്യങ്ങളിലാണ് ചർച്ച ഉണ്ടായിരുന്നത്. അതെങ്കിൽ സ്ത്രീകൾ നേരിടുന്ന ഇത്തരത്തിലുള്ള അട്രോസിറ്റീസ്, ലൈംഗിക അതിക്രമത്തിന്റെ കഥകളൊന്നും അന്ന് പുറത്തു വന്നിരുന്നില്ല, അന്ന് ചർച്ച ചെയ്തിരുന്നില്ല. പക്ഷേ ഈ പറയുന്നത് പോലെ നടിമാരുടെ മുറിക്കു പിന്നിൽ കൊട്ടി വിളിക്കുന്ന നടന്മാരെയൊക്കെ ഒറ്റ സെക്കൻഡ് ദയവായി തുടരുക.